ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ്. അങ്ങനെ ഗുജറാത്തിന് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ലക്നൌവിനെതിരെ. ആദ്യം ബാറ്റിങ്ങിനായി ഗുജറാത്തിന് മികച്ചൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഗില്ലും അതോടൊപ്പം തന്നെ സായി സുദർശനും കൂടി കൊടുത്തിരുന്നത്. 12ാം ഓവറിൽ ഗില്ലിന്റെ വിക്കറ്റ് പോകുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ലക്നൗ ഈ ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരുന്നത്. അതിനുശേഷം വന്ന ബാറ്റേഴ്സിന് ആർക്കും കാര്യമായിട്ട് തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. റുദർഫോർഡ് ആണെങ്കിലും ബട്ട്ലർ ആയിരുന്നെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ ആയിരുന്നെങ്കിലും വാഷിംഗ്ടൺ സുന്ദർ ആയിരുന്നെങ്കിലും കാര്യമായിട്ട് ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചില്ല. ജോസ് ബട്ട്ലർ 14 ബോൾ 16 റൺ, വാഷിംഗ്ടൺ സുന്ദർ 3 ബോൾ 2 റൺ. റുദർഫോർഡിന്റെ ഓഫ് സൈഡിലെ വീക്ക്നസ് കറക്റ്റായിട്ട് ലക്നോ ഫൈൻഡ് ഔട്ട് ചെയ്തു. 10 ബോൾ 22 റൺ, ഷാരൂഖ് ഖാൻ 6 ബോൾ 11 റൺ, രാഹുൽ ത്രിവേദി 1 ബോൾ ഡെക്കായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ റാഷിദ് ഖാൻ 2 ബോൾ 4 റൺ. ആൻഡ് ഈ ഒരു ഇന്നിംഗ്സിൽ പാർത്ഥിവ് പട്ടേൽ ആ ഒരു ഇടയ്ക്കത്തെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഒരു 10 റൺസ് കൂടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പ്രഷർ കൂടി ലക്നോ സൂപ്പർ ജയൻസിനെതിരെ കൊടുക്കാൻ ഗുജറാത്തിന് സാധിക്കുമായിരുന്നു. ആക്ച്വലി ഇന്നത്തെ മത്സരം തോക്കാൻ മെയിൻ കാരണം ഫീൽഡിംഗ് സൈഡിലെ ഗുജറാത്തിന്റെ എഫേർട്ട് ഇടലിന്റെ പ്രശ്നമാണ്. അതായത് ഫീൽഡിംഗ് സൈഡിൽ ഒരുപാട് വീക്ക്നസ് ഇന്ന് ഗുജറാത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ പന്തിന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. ഫീൽഡിംഗ് സൈഡിൽ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഇന്ന് പൊതുവെ വിക്കറ്റ് കീപ്പിങ്ങിന് പുറകിലും സ്റ്റമ്പിന് പുറകിലും ബട്ടറിന്റെ ഒരു പെർഫോമൻസും ഭയങ്കര മോശമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ 19.3 ഓവറിലാണ് ഈ ഒരു സ്കോർ അവിടെ LSG ചേസ് ചെയ്യുന്നത്. ഇവിടെ എടുത്ത് പറയേണ്ട ഇന്നിംഗ്സ് ആണ് മാർക്കറ്റിന്റെയും അതോടൊപ്പം തന്നെ നിക്കോളാസ് പുരാന്റെയും. 34 ബോളിൽ 61 റൺസാണ് 129 സ്ട്രൈക്ക് റേറ്റിൽ നിക്കോളാസ് പുരാൻ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഐഡൻ മാർക്കർ 31 ബോൾ 58 റൺ. മാർഷ് ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ലക്നോ ഇന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഓപ്പണിംഗ് സൈഡിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഋഷഭ് പന്തിനെ കാര്യമായിട്ടുള്ള വലിയ നോക്കുകളൊന്നും അല്ല അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു ബാറ്റിംഗ് സൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 18 ബോൾ 21 റൺസ് മാത്രമായിരുന്നു താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് 20 ബോൾ 28 റൺസ് എടുത്താണ് ആയുഷ് ബുധോണി ആ ഒരു മാച്ച് ഫിനിഷ് ചെയ്യുന്നത്. ആയുഷ് ബുധോണി കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 18 ബോൾ 18 നിന്നിട്ടാണ് പിന്നീട് ഒരു ബൗണ്ടറിയും അതോടൊപ്പം തന്നെ ഒരു 6 അടിച്ച് ഈ ഒരു മാച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സായി സുദർശൻ ഇന്നൊരു ബാഡ് ഡേ ആയിരുന്നു തോന്നുന്നു. ആദ്യത്തെ ഓവർ 24 റൺ കിട്ടി. പിന്നീടുള്ള ബോളുകളിൽ വന്നിട്ട് ലാസ്റ്റ് ഓവർ എറിഞ്ഞ സമയത്ത് 10 റൺ കിട്ടി ആ ഒരു ഓവർ ഫിനിഷ് ആകുകയായിരുന്നു. സായി കിഷോർ 1.3 ഓവറിൽ 35 റണ്ണാണ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് സിറാജിനും അത്ര നല്ല ഡേ ആയിരുന്നില്ല. 4 ഓവറിൽ 50. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുത്തിട്ട് പണിഷ് ചെയ്തു പവർ പ്ലേയിലൊക്കെ സിറാജിനെ. അതിനുശേഷം വന്ന് പൂരനം എടുത്തിട്ട് കൊടുത്തു. പിന്നെ പ്രസിദ്ധ് കൃഷ്ണ ആസ് യൂഷ്വൽ നല്ല ഗെയിമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 4 ഓവർ 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിന് വലിയൊരു തോൽവിയൊന്നും അല്ല ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ അവർ നേരിടും തോന്നുന്നില്ല. ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് 2ാം സ്ഥാനത്ത് തന്നെയുണ്ട് 6 മത്സരങ്ങളിൽ നിന്നും +1.081 തന്നെയാണ് അവർ നെറ്റ് റൺ റേറ്റ്. LSG 3ാം സ്ഥാനത്തുണ്ട് 6 മത്സരങ്ങളിൽ 8 പോയിന്റുമായിട്ട് +0.162. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനിയുള്ള പെർഫോമൻസുകൾ എങ്ങനെയാവും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ബൈ ബൈ ഗൈസ്.